ശരണിലേക്ക് പോവുകയാണ്. ശരൺ, ഈ ജാമ്യാപേക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ജയിലിലേക്ക് പോകേണ്ടതുണ്ട്. നാളെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളാണോ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവുക? ഏതായാലും പ്രതിഭാഗം അഭിഭാഷകൻ അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ നേരത്തെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്, അതായത് തങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ജാമ്യം ലഭിക്കുമെന്നുള്ളത്. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. റിമാൻഡിലൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. എന്തായാലും മുതിർന്ന അഭിഭാഷകനായ പി രാമൻപിള്ളയാണ് നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നത്, ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അദ്ദേഹം വാദം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് പോയിരുന്നു. പക്ഷേ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ് പിന്നീട് പ്രതികരിച്ചത്. അതിൽ തന്നെ ജിയോ പോൾ, അഭിഭാഷകനായ ജിയോ പോളിന്റെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തി നാളെ തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ പ്രധാനം ഇനി കേസിന്റെ മെറിറ്റിലേക്ക് കൂടി കോടതി കടക്കുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ കോടതി പല കാര്യങ്ങളും നിരീക്ഷിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറം ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ കോടതി എന്തൊക്കെ പറയുമെന്നുള്ളത് ഇനി ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനം കൂടിയാണ്. ഇതിനകം തന്നെ നമ്മൾ ഉത്തരവിന്റെ വിശദാംശങ്ങൾ, പകർപ്പിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നതാണ്. അതിൽ പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ നടത്തിയ ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണെന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ശരിവെച്ചുകൊണ്ട് കൂടിയാണ് ജാമ്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരാമർശമല്ല നടത്തിയത്. അത് ഒരു സെക്ഷലി ഒരു ലൈംഗിക ചുവയോട് കൂടിയുള്ളൊരു സംഭാഷണമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്.